ഉപയോഗിച്ച് വീണ്ടും ഒരു വിഭവം ഉണ്ടാക്കാം. ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൂരിയാണ്, ഉരുളക്കിഴങ്ങ് പൂരി. അപ്പോ സാധാരണ നമ്മള് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയല്ലേ കഴിക്കുക. ഇന്നിപ്പോ ക്രിസ്പി ആയിട്ടുള്ള പൂരിയല്ല, ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണ് ഉണ്ടാക്കുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഉണ്ടാക്കിയ പൂരി മസാല എന്ന് പറഞ്ഞിട്ട് നമ്മള് നേരത്തെ പൂരിയും ഉരുളക്കിഴങ്ങ് മസാലയും ചെയ്തിരുന്നു. അപ്പൊ അതിൽ ഞാൻ പൂരി ഉണ്ടാക്കിയത് കുറച്ച് ക്രിസ്പി ആയിട്ടാണ്. അതെന്താന്ന് വെച്ചാൽ കുറച്ച് റവയൊക്കെ ചേർത്തിട്ട് ആ രീതിയിൽ. അപ്പൊ ഇന്നിപ്പോ വ്യത്യസ്തമായിട്ട് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള പൂരി ആവട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിന്റെ അളവാണ്. എല്ലാ പൂരിയും അതുപോലെ ചപ്പാത്തി റെസിപ്പികളും നമ്മൾ ചെയ്യുമ്പോഴും വെള്ളത്തിന്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കൈ വിട്ടു പോകും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അത് വീണ്ടും പൊടി ചേർത്ത് കുഴച്ച് പണിമുടക്കാണ് സംഭവം. അതുകൊണ്ടാണ് കൃത്യമായിട്ട് വെള്ളത്തിന്റെ അളവ് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയെ ചേർക്കുന്നുള്ളൂ. അപ്പൊ അധികം മഞ്ഞ കളർ ഉണ്ടാവില്ല. പിന്നെ കൂടുതൽ മഞ്ഞ കളറുള്ള പൂരി ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കുക. അത് മാത്രമേ ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബാക്കി വേറെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കാൻ ഒന്നുമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഞാനിപ്പോ പൂരി ഉണ്ടാക്കുമ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട്, പച്ചവെള്ളമാണോ ചേർക്കുന്നത് അതുപോലെ തന്നെ ചൂടുവെള്ളമാണോ ചേർക്കുന്നത് എന്നുള്ളത്. ഞാൻ എല്ലാത്തിലും പച്ചവെള്ളം തന്നെയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ കുഴച്ച് വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചപ്പാത്തി ആണെങ്കിലും പൂരി ആണെങ്കിലും നമ്മൾ കുഴച്ച് വെക്കാതാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ റവ ചേർത്തിട്ടുള്ള പൂരി മാത്രം കുറച്ച് സമയം കുഴച്ച് വെക്കണം. എന്താണെന്ന് വെച്ചാൽ റവ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ. ഇല്ല, റവ നമ്മളിപ്പോ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴച്ച് വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് കേട്ടോ എല്ലാ ചപ്പാത്തി റെസിപ്പികളിലും നമ്മൾ കുഴച്ച് വെക്കാറില്ല. കുഴച്ച് വെക്കാതെ തന്നെ കുഴയ്ക്കുക, ഉടനെ തന്നെ ഉണ്ടാക്കുക, ആ രീതിയിലാണ് ചെയ്യാറുള്ളത്. അതുപോലെ ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ ലെയർ ചപ്പാത്തിയിലും അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തിയിലും കമന്റ്സ് വരാറുണ്ട്, ചേച്ചി ഇതിൽ വെള്ളം ചേർക്കുന്നത് പച്ചവെള്ളമാണോ ചൂടുവെള്ളമാണോ എന്ന് പറയുന്നില്ല, അതുപോലെ എത്ര സമയം കുഴച്ച് വെക്കണം എന്നൊക്കെ. അപ്പൊ ഞാനിത് കുഴച്ച് വെക്കാറില്ല എന്നുള്ള കാര്യം പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് പൂരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ കിച്ചൂസ് ഇവിടെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ ചിരിപ്പിക്കുന്നത് കൊണ്ടാണ് ഇടയ്ക്ക് ഞാൻ ചിരിക്കുകയും ചെയ്യും, ഇടയ്ക്ക് ചിരി വരാതിരിക്കുന്നത്. നമുക്ക് നമ്മുടെ പൊട്ടറ്റോ പൂരിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്, മല്ലിയില, മഞ്ഞൾപ്പൊടി, നല്ല ജീരകം, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഉപ്പ്, വെള്ളം, പിന്നെ ഈ പൂരി ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ. ഇതിലിപ്പോൾ നല്ല ജീരകം ചേർക്കാം, അതുപോലെ തന്നെ അയമോദകം ചേർക്കാം. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ നല്ല ജീരകമാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ കുറച്ച് അയമോദകം ചേർത്താൽ മതി. ഇതിലേക്ക് നമ്മൾ 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, ഇതുപോലെ ബോയിൽ ചെയ്ത പൊട്ടറ്റോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ പൊട്ടറ്റോ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുമ്പോൾ പൊട്ടറ്റോ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴച്ചെടുക്കുമ്പോൾ ചെറിയ കട്ടകളൊക്കെ വരില്ലേ പൊട്ടറ്റോയുടെ, അപ്പോൾ അത് നമുക്ക് പൂരി പൊങ്ങി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മൾ ചീസ് ഗ്രേറ്റ് ചെയ്യുന്ന ഗ്രേറ്ററില്ലേ അതിലാണ് ഗ്രേറ്റ് ചെയ്യുന്നത്, വലിയ ഗ്രേറ്ററിലല്ല. ഇപ്പോൾ നമ്മൾ പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നല്ല ജീരകം. അപ്പോൾ നല്ല ജീരകം അല്ലാന്നുണ്ടെങ്കിൽ അയമോദകം, ഏതാണോ നമുക്ക് ഇഷ്ടമുള്ളത് അത് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. പിന്നെ നമ്മുടെ പൂരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഇനി നമ്മൾ ചേർക്കുന്നത് മല്ലിയില. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില, ഏകദേശം ഒരു 1.5-2 ടേബിൾ സ്പൂൺ മല്ലിയില ഉണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മുടെ സാധാരണ പൂരി മസാലയിൽ പൂരി ഉണ്ടാക്കിയപ്പോൾ അതിൽ റവ ചേർത്തിട്ടാണ് മിക്സ് ചെയ്തത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൂരിയിലെ വെള്ളത്തിന്റെ അളവും ഇതിലെ വെള്ളത്തിന്റെ അളവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ റവ ചേർക്കുമ്പോൾ കൂടുതൽ വെള്ളം റവ വലിച്ചെടുക്കും. അതുകൊണ്ട് അതിൽ കുറച്ച് വെള്ളം കൂടുതലാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇതിൽ അത്രയും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഒരുവിധം കുഴഞ്ഞു കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പൊട്ടറ്റോയിലുള്ള വെള്ളത്തിന്റെ അംശം കൊണ്ട് തന്നെ കുറേയൊക്കെ നനഞ്ഞു വരും. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാം.
വെള്ളം ചേർക്കുമ്പോൾ ഒരുമിച്ച് തന്നെ നമ്മൾ മുഴുവൻ വെള്ളം ചേർക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പൂരിയിലെ വെള്ളത്തിൻ്റെ അളവ് തെറ്റും. പിന്നെ ഞാൻ പൂരി ഉണ്ടാക്കിയാലും ചപ്പാത്തി ഉണ്ടാക്കിയാലും എല്ലാത്തിലും പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചപ്പാത്തിയുടെ നമ്മുടെ ലെയർ ചപ്പാത്തിയുടെ വീഡിയോയിൽ അത് പറയാൻ വിട്ടുപോയിരുന്നു. ചൂടുവെള്ളമാണോ പച്ചവെള്ളമാണോ എന്നുള്ളത് നമ്മൾ നമ്മുടെ സാധാരണ കുടിക്കുന്ന വെള്ളമാണ് ചേർക്കുന്നത്. ഞാൻ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചിട്ട് നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് വ്യത്യാസമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ പച്ചവെള്ളം ചേർത്താലും ചൂടുവെള്ളം ചേർത്താലും റിസൾട്ട് ഒന്ന് തന്നെയാണ്. പിന്നെ നമ്മൾ വെള്ളം ചൂടാക്കി ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടി വരും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ ഒട്ടി വരുന്നത്. അപ്പോൾ ഈ ഒട്ടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കയ്യിലേക്ക് ഒന്ന് ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. വളരെ കുറച്ച് സൺഫ്ലവർ ഓയിൽ മതി. ഈ ഉരുളക്കിഴങ്ങ് പൂരി ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പ്രശ്നം. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ പൂരിയുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മൈദപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. മൈദപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചപ്പാത്തിയും പൂരിയൊക്കെ പരത്തിയെടുക്കുന്നത് മൈദപ്പൊടി ഇട്ടിട്ടാണ്. സ്മൂത്തായിട്ട് പരത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൈദപ്പൊടിയിൽ പരത്തുന്നത്. ഇല്ല ഗോതമ്പൊടിയിൽ പരത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പരത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നമുക്കിനി ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പൊടി നമ്മൾ മിക്സ് ചെയ്തിട്ട് അധിക സമയം വെക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധിക സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൽ നിന്ന് വീണ്ടും വെള്ളം വന്നിട്ട് നമ്മൾ വീണ്ടും പൊടി ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചപ്പാത്തിയും പൂരിയൊക്കെ കുഴച്ച് വെക്കുമ്പോൾ എപ്പോഴും കുഴച്ച് വെക്കേണ്ട ആവശ്യമില്ല. കുഴച്ചിട്ട് ഉടനെ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ബോൾസ് നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാൾ ചെറിയ ബോൾസ് ആയിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി പ്ലേറ്റിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഞാനിപ്പോൾ പൊടി കുഴച്ചത്. നമ്മൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു സ്റ്റാർച്ച് കണ്ടന്റ് അനുസരിച്ച് നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തേണ്ടി വരും. അപ്പോൾ ഞാൻ എടുക്കുന്ന അളവ് തന്നെ ആണെന്നില്ല നിങ്ങൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ്. എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുമ്പോൾ ഓരോ ഉരുളക്കിഴങ്ങിനും സ്റ്റാർച്ചിലെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ 1/4 കപ്പ് വെള്ളം എടുത്ത് വയ്ക്കുക. പക്ഷെ അതിൻ്റെ പകുതി ഒഴിച്ചിട്ട് കുഴച്ചു തുടങ്ങുക. ഉരുളക്കിഴങ്ങ് പൊടിയും ചേർത്ത് കുഴച്ചതിന് ശേഷം ഈ വെള്ളത്തിൻ്റെ പകുതി ഒഴിച്ചിട്ട് കുഴച്ചു തുടങ്ങുക. അതിന് ശേഷം നമുക്ക് വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ബോൾസ് ആക്കി എടുക്കട്ടെ ഞാനിത് മുഴുവനും. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ബോൾസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് പൊടി എടുക്കുകയാണെങ്കിൽ ഈ വലിപ്പത്തിലുള്ള ബോളുകളാണെങ്കിൽ 13 പൂരി ഉണ്ടാക്കാനുണ്ടാവും. അപ്പോൾ ഞാൻ ഇനി പൂരി പരത്തി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ചപ്പാത്തിയും പൂരിയൊക്കെ കാണുമ്പോൾ ഈ ചപ്പാത്തി കല്ലും ചപ്പാത്തി റോളർ പിന്നും എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. പക്ഷേ ഇതിൻ്റെ വില എനിക്കറിയില്ല. വാങ്ങിച്ചത് ഇവിടെ അഹല്യ എന്ന് പറഞ്ഞ ക്രോക്കറി ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ എപ്പോഴും ചോദിക്കുന്നുണ്ടോ ഞാനത് വീണ്ടും പറയുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ ഒരു കമൻറ്റ് വന്നിരുന്നു, ചേച്ചി ഞാൻ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി കറക്റ്റ് റൗണ്ട് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം അതൊന്നും ടെൻഷൻ ആവണ്ട. നമ്മൾ ആദ്യമൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ആഫ്രിക്കയുടെ ഭൂപടം പോലെയൊക്കെ ഇരിക്കുള്ളൂ ചപ്പാത്തി. പിന്നീട് നമ്മൾ ഡെയിലി ചപ്പാത്തി ഉണ്ടാക്കി വരുമ്പോഴാണ് കറക്റ്റായിട്ട് ഷേപ്പ് ആവുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു പൂരി റെഡിയായി. പൂരി എന്ന് പറയുമ്പോൾ ഇതുപോലെ ചെറിയ കനം വേണം. ഒട്ടും തിന്നായി പോകരുത്. ചപ്പാത്തി പോലെ തിന്നായി പോകരുത്. ചെറിയ വലിപ്പത്തിൽ ഇതുപോലെ പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് വെക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും പരത്തിയെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ചപ്പാത്തി ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് പൊടി ഇടുക, അല്ലെങ്കിൽ പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്യുക. എങ്ങനെയാണോ നമുക്ക് സൗകര്യം ആ രീതിയിൽ ബോളൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ പരത്തി അങ്ങ് എടുക്കുക. ഇത് ഡെയിലി നമ്മൾ ചെയ്തു വരുമ്പോഴേ കറക്റ്റ് റൗണ്ട് ആവുള്ളൂ കേട്ടോ. അത് ഓർത്തിട്ട് ആരും ടെൻഷൻ ആവേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പ് ആയി വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ കട്ട് ചെയ്തൊന്നും എടുക്കാറില്ല. ഞാനിതുപോലെ പരത്തി വരുമ്പോൾ ഏകദേശം റൗണ്ട് ആയിക്കോളും. കണ്ടോ, അടുത്ത പൂരി റെഡിയായി. ഇതുപോലെ നമുക്ക് പൂരി ആകുമ്പോൾ വേഗം വേഗം പരത്തിയെടുക്കാം. ചപ്പാത്തി ആകുമ്പോഴേ കൂടുതൽ സമയം എടുക്കുള്ളൂ. അപ്പോൾ ഞാനിത് ഇനി പരത്തി എടുക്കട്ടെ. ഒപ്പം തന്നെ ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണ ചൂടാവുന്നതനുസരിച്ച് നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിലൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ചപ്പാത്തി അല്ലെങ്കിൽ പൂരി കറക്റ്റായിട്ട് റൗണ്ട് ആവാൻ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ കറക്റ്റ് ആവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോൾസ് ആക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ ബോൾസ് ആക്കി എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചപ്പാത്തി അല്ലെങ്കിൽ പൂരി കറക്റ്റായിട്ട് റൗണ്ട് ആയി വരും കേട്ടോ. ബോളിന്റെ ഷേപ്പ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് റൗണ്ടിൽ പരത്തിയെടുക്കാൻ പറ്റില്ല. ഞാൻ ഇനി ഇത് മുഴുവനും പരത്തിയതിന് ശേഷം
പൊരിച്ചെടുക്കുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ പൂരി ഉണ്ടാക്കാനായിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പൂരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടാവണം. എണ്ണ നന്നായിട്ട് ചൂടാകാതെ നമ്മൾ ഇടുകയാണെങ്കിൽ കറക്റ്റായിട്ട് പൂരി പൊങ്ങി വരില്ല. അതുകൊണ്ടാണ് നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടാവണം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് പരത്തി വെച്ചിരിക്കുന്ന പൂരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ നെറ്റ് പോലെയുള്ള ഈ ഒരു ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അല്ലാതെ നമ്മളൊരു കയ്യിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉടനെ തന്നെ തിരിച്ചിടുക. ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചു കേട്ടോ. പൂരി ഇട്ടപ്പോൾ ഹൈ ഫ്ലെയിമിലായിരുന്നു. അതിന് ശേഷം ഒന്ന് പൊങ്ങി വന്നപ്പോൾ ഫ്ലെയിം കുറച്ചു. രണ്ട് സൈഡും ഇനി ഒരുപോലെ കുക്കായി വരണം. അപ്പോൾ ഒരു സൈഡ് കുക്കായി കഴിഞ്ഞു. നമ്മൾ ഇടുന്ന സൈഡ് വേഗം തന്നെ കുക്കായി വരും. അടുത്ത സൈഡ് കുക്കാവാനേ കുറച്ച് സമയം എടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് കളറിൽ വേണം എന്നുള്ളതനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. ഇതിപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ തന്നെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇതുണ്ടോ? അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത പൂരി ഇട്ട് കൊടുക്കാം. ഒരു പൂരി എടുത്ത് മാറ്റിയിട്ട് ആ എണ്ണ ഒന്ന് വീണ്ടും ചൂടാവാനുള്ള സമയം കൊടുക്കുക. അതിനുശേഷം അടുത്തത് ഇടുക. ഞാനിതിപ്പോൾ ഇങ്ങനെ പിടിക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പിടിച്ചു കൊടുക്കുന്നത്. കണ്ടോ? പൊങ്ങി വന്നു. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചിടാം. അപ്പോൾ ഈ മൊരിയലിൻ്റെ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം. എത്രത്തോളം മൊരിയണം എന്നുള്ളത്. ഇപ്പോൾ നന്നായിട്ട് മൊരിയണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം ഇടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ തിരിച്ചിടാം. അപ്പോൾ ലൈറ്റായിട്ടേ മൊരിഞ്ഞു വരുള്ളൂ. വീണ്ടും ഒന്നുകൂടി തിരിച്ചിടുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൈഡ് ഒന്നുകൂടി മൊരിയാനുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പരത്തുമ്പോൾ തിക്നെസ്സും കറക്റ്റ് ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൂരി എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പൊങ്ങി വരില്ല. ചപ്പാത്തി പോലെ നൈസായിട്ട് പരത്തിയിട്ട് എണ്ണയിലിടുകയാണെങ്കിൽ പൂരി പൊങ്ങി വരില്ല. ചെറിയ തിക്നെസ്സോടുകൂടി തന്നെ എണ്ണയിലേക്ക് ഇടുക. ഇതുപോലെ നമുക്ക് എല്ലാം പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് പൂരി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചേ വെച്ചിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് വെക്കാനായിട്ട് പ്ലേറ്റിൽ സ്പേസ് ഇല്ല. അതുകൊണ്ടാണ് കുറച്ച് വെച്ചത്. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണ്. നമ്മുടെ ആദ്യം നമ്മൾ ഉണ്ടാക്കിയ പൂരി പോലെ ക്രിസ്പി ആയിട്ടുള്ള പൂരിയല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ റവ ചേർത്തിട്ടില്ല. അപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള പൂരി വേണമെന്നുണ്ടെങ്കിൽ റവ ചേർത്തിട്ട് പൂരിക്ക് പൊടി ഒഴിക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ പറയുന്ന വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ പൂരി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് പൂരി ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിക്കൂ. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.